വയനാട് പനമരത്ത് ഭാര്യയും ഭർത്താവ് വെട്ടിക്കൊന്നു. അഞ്ചുകുന്ന് പാലുകുന്ന് കുളത്താറ പണിയ കോളനിയിലെ ആതിരയാണ് മരിച്ചത്. ഭർത്താവ് ബാബു ഗുരുതരാവസ്ഥയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി അനൂപ് കെ.ആർ വയനാട് നിന്ന് ചേരുകയാണ്. അനൂപ്, ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. അഞ്ചുകുന്ന് പാലുകുന്ന് കൂളത്താറ പണിയ കോളനിയിലെ ആതിരയാണ് മരിച്ചത്. ഇവർക്ക് 30 വയസ്സാണ്. ഭർത്താവ് ബാബു അതീവ ഗുരുതരാവസ്ഥയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മദ്യലഹരിയിലുണ്ടായ തർക്കത്തെ തുടർന്ന് ആതിരയെ വെട്ടിയ ശേഷം ബാബു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായാണ് വീട്ടിലുണ്ടായിരുന്ന മക്കൾ പറയുന്നത്. പനമരം പോലീസ് ഇക്കാര്യം അന്വേഷിച്ചു വരികയാണ്. കഴുത്തിന് വെട്ടേറ്റ ആതിര സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. ബാബുവിനും കഴുത്തിലാണ് മുറിവ്. വീട്ടിൽ നിരന്തരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നയാളായിരുന്നു ബാബു എന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. ഇതിൽ ഭയന്ന് 2 ആഴ്ച മുമ്പ് ആതിര 3 മക്കളെയും കൊണ്ട് കർണാടകയിൽ പോയിരുന്നു. തുടർന്ന് ഇന്നാണ് അവർ മക്കളെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് വന്നത്. സ്വന്തം വീടായ പുൽപ്പള്ളി കാപ്പി സെറ്റിൽ വീട്ടിലേക്ക് പോകാനായിരുന്നു ആതിരയുടെ തീരുമാനം. എന്നാൽ തന്റെ സമ്മതമില്ലാതെ മക്കളെയും കൊണ്ട് കർണാടകയിലേക്ക് പോയതിനെ ബാബു ചോദ്യം ചെയ്തു. ഇതേ തുടർന്നുണ്ടായ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. കുട്ടികളെ ആതിര കൊണ്ടുപോയതിനെ തുടർന്ന് ബാബു ദിവസങ്ങൾക്ക് മുമ്പ് പനമരം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ ബാബുവിന്റെ അടുത്ത് മക്കളെ വിട്ടിട്ട് പോകാൻ ഭയമായിരുന്നതിനാലാണ് ഈ സ്ഥലത്തേക്ക് കുട്ടികളെയും കൊണ്ടുപോയതെന്നാണ് ആതിര അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നത്. അളകനന്ദ, ദേവനന്ദ, ആദിത്യ എന്നിവരാണ് ഇവരുടെ മക്കൾ. ഏതായാലും ഈ ഭർത്താവ് ബാബു അതീവ ഗുരുതരാവസ്ഥയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അനൂപ് കെ.ആർ ആണ് വിവരങ്ങൾ നൽകിയത്.